നമസ്കാരം, ഞാൻ സിജു. എല്ലാവർക്കും എ നെറ്റ്വർക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. യുകെയിലെ ഏറ്റവും പുതിയ ചില അപ്ഡേറ്റ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ യുകെയിലെ ന്യൂസ് പേപ്പറുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമിഗ്രേഷൻ റെയ്ഡുകളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ ആഴ്ചയിൽ യുകെയിൽ നടത്തിയ ഇമിഗ്രേഷൻ റെയ്ഡുകൾ, ഹോം ഓഫീസ് നടത്തിയ റെയ്ഡുകൾ ഏകദേശം 200-ന് മുകളിലാണ്. അതിൽ ഏകദേശം 100-ൽ പരം ആൾക്കാരെയാണ് അവർ ഇന്നലെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഹോം സെക്രട്ടറി പറഞ്ഞിരുന്നു യുകെയിൽ ആകമാനം അവർ റെയ്ഡുകൾ നടത്തും, അതിനുവേണ്ടി കൂടുതൽ സ്റ്റാഫിനെ നിയമിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച നടത്തിയ റെയ്ഡിൽ ഏകദേശം 100-ന് പരം ആൾക്കാരെ പിടിക്കപ്പെട്ടു എന്നാണ് വാർത്ത വന്നിരിക്കുന്നത്. അതിനകത്തിപ്പോൾ സ്റ്റുഡൻസ്, അതേപോലെ തന്നെ സ്കിൽഡ് വർക്കർ വിസയിലുള്ളവർ, വിസിറ്റിംഗ് വിസയിലുള്ളവർ, പിന്നെ ഇല്ലീഗലായിട്ട് വന്നവരെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ അവർ പുറത്തുവിട്ടിട്ടില്ല. ആരെയൊക്കെയാണ് പിടിക്കപ്പെട്ടത്, ഏത് രാജ്യങ്ങളിൽ നിന്നുള്ളവരാണെന്നുള്ളതൊന്നും പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ അവർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇമിഗ്രേഷൻ റെയ്ഡുകൾ ശക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഇങ്ങനെയുള്ള റെയ്ഡുകൾ വളരെ കുറവായിരുന്നു. കോവിഡിന് ശേഷം ഇത്ര ശക്തമായിട്ടുള്ള റെയ്ഡുകൾ നടന്നില്ല. പക്ഷേ ഇപ്പോൾ ഹോം സെക്രട്ടറിയായ കൂപ്പർ പറഞ്ഞിരിക്കുന്നത് റെയ്ഡുകൾ ശക്തമാക്കും, ഇല്ലീഗലായിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാവരെയും പിടിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാലും പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ നാട്ടിൽ നിന്ന് സ്റ്റുഡൻസ് ആയിട്ടൊക്കെ വന്നവർ വളരെ കെയർഫുൾ ആയിരിക്കുക. നമുക്കറിയാമല്ലോ, സ്റ്റുഡൻസ് ആയിട്ട് വരുന്നവർക്ക് 20 മണിക്കൂറാണ് അവരുടെ ടൈമിൽ ജോലി ചെയ്യാൻ സാധിക്കുന്നത്. ഹോളിഡേ ടൈമിൽ അവർക്ക് എത്ര മണിക്കൂർ വേണമെങ്കിലും ജോലി ചെയ്യാം. അന്നേരം നിങ്ങൾ എപ്പോഴും ഉറപ്പ് വരുത്തുക, നിങ്ങൾ 20 മണിക്കൂർ മാത്രമേ ജോലി ചെയ്യുന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതല്ല 20-ൽ കൂടുതൽ മണിക്കൂർ നിങ്ങൾ ജോലി ചെയ്യുന്നത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വിസ അവർ ക്യാൻസലാക്കും, ഡീപ്പോർട്ട് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമുക്ക് 10 ഇയർ ബാനൊക്കെ കിട്ടും. കഴിഞ്ഞ വർഷമൊക്കെ കുറച്ച് മലയാളികൾക്ക് അത് കിട്ടിയിരുന്നു. അന്നേരം വളരെ കെയർഫുൾ ആയിരിക്കുക. സ്റ്റുഡൻറ്റ് വിസയിൽ വന്നവർ നിങ്ങളുടെ ഇപ്പോഴത്തെ തൽക്കാലത്തെ ലാഭം നോക്കി അങ്ങനെ ചെയ്യരുത്. നമുക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉള്ളതാണ്. അന്നേരം ഒരു കാരണവശാലും താൽക്കാലിക ലാഭത്തിന് വേണ്ടി മറ്റ് അനധികൃതമായിട്ടുള്ള ജോലികൾ ചെയ്ത് പിടിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. എനിക്കറിയാം, നമുക്കിപ്പോൾ യുകെയിൽ വന്ന് വെറും 20 മണിക്കൂർ ആഴ്ച ചെയ്തുകൊണ്ട് നമ്മളുടെ ട്യൂഷൻ ഫീസും നമ്മുടെ ചെലവും എല്ലാം നടത്താൻ സാധിക്കുകയില്ലെന്നറിയാം. പക്ഷേ നമുക്ക് ഗവൺമെൻറ് അനുവദിച്ച കാര്യങ്ങൾ മാത്രം ചെയ്യാനുള്ള ശ്രമം നടത്തുക. അതുപോലെ തന്നെ സ്കിൽഡ് വർക്കർ വിസയിൽ വന്നവർ, നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ വന്ന എംപ്ലോയർ അടുത്ത് ഇഷ്ടമുള്ളത്രയും അവേഴ്സ് ചെയ്യാം. അതിനി NHS ആയാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്രയും അവേഴ്സ് ചെയ്യാം. പക്ഷേ നിങ്ങൾ പാർട്ട് ടൈമായിട്ടൊരു ജോലി ചെയ്യുമ്പോൾ അത് മാക്സിമം നമുക്ക് 20 അവറാണ് ചെയ്യാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ഏതൊക്കെ ജോലി ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് അറിയണമെങ്കിൽ നിങ്ങളുടെ ഷെയർ കോഡ് ചെക്ക് ചെയ്താൽ അതിനകത്ത് അവർ ക്ലിയർ ആയിട്ടുള്ള ഇൻഫർമേഷൻ തരും, നമുക്ക് ഏതൊക്കെ ജോലികളാണ് ചെയ്യാൻ സാധിക്കുന്നതെന്നുള്ളത്. അന്നേരം അത് ഉറപ്പുവരുത്തുക. നിങ്ങൾക്ക് എത്ര മണിക്കൂർ ജോലി ചെയ്യണമെന്ന് ചെയ്യാം എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ 48 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യണമെങ്കിൽ നമ്മളൊരു ഓപ്റ്റിൻ ഫോം സൈൻ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ പിന്നെ ഇവിടുത്തെ ബ്രേക്ക് നിയമങ്ങളും അതുപോലെ ഷിഫ്റ്റിനിടയ്ക്കുള്ള എത്ര ടൈം ബ്രേക്ക് വേണം അതെല്ലാം പാലിച്ചുകൊണ്ട് കറക്റ്റായിട്ടുള്ള ഷിഫ്റ്റുകൾ ചെയ്ത് മുമ്പോട്ട് പോകുക. നിങ്ങൾ എത്ര ഷിഫ്റ്റ് വേണമെങ്കിലും നിങ്ങൾ മെയിൻ എംപ്ലോയർ അടുത്ത് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ പുറത്ത് ചെയ്യുമ്പോൾ 20 അവർ ചെയ്യുക. 20 അവർ ചെയ്യുന്നത് നമുക്ക് അനുവദിച്ചിട്ടുള്ള ജോലികൾ മാത്രമാണെന്ന് ഉറപ്പുവരുത്തുക. നമുക്ക് അനുവദിച്ച ജോലി അല്ലെങ്കിൽ നമ്മൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ വിസ ക്യാൻസൽ ചെയ്യാനുള്ള അവകാശം ഹോം ഓഫീസിനുണ്ട്. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കുക. പിന്നെ നമുക്കറിയാമല്ലോ, തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് ഒരുപാട് പേരാണ് വിസിറ്റ് വിസയിൽ യുകെയിലേക്ക് വരുന്നത്. അന്നേരം ഈ ഏജന്റുമാർ 100-ൽ പരം ആൾക്കാർക്ക് വേണ്ടി വിസിറ്റ് വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യും. അതിൽ 7-8 പേർക്ക് കിട്ടും. ആ 8 പേരിൽ നിന്ന് ഇവർ 10 ലക്ഷം രൂപ വെച്ച് വാങ്ങിക്കും. നല്ലൊരു ബിസിനസ്സാണ്. അങ്ങനെ യുകെയിൽ ഈ വിസിറ്റ് വിസയിൽ എത്തുന്നവർക്ക് നമുക്കറിയാമല്ലോ, നിയമപരമായിട്ട് അവർക്ക് ഇവിടെ ജോലി ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. അന്നേരം ഇവരെല്ലാം ജോലി ചെയ്യുന്നത് ഇല്ലീഗലായിട്ട് ഏതെങ്കിലും ഷോപ്പുകളിലൊക്കെ ആയിരിക്കും. അന്നേരം ഇവർക്കൊക്കെ സാലറി ഇവർ കൊടുക്കുന്നത് ക്യാഷ് ഇൻ ഹാൻഡ് ആയിരിക്കും. കാരണം ഇവർക്ക് ബാങ്ക് വഴി സാലറി മേടിക്കാനുള്ള പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട്. അന്നേരം പലപ്പോഴും ഇവർക്ക് കൊടുക്കുന്ന സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിയമപരമായിട്ട് മണിക്കൂറിന് 11 പൗണ്ട് 44 പെൻസ് കൊടുക്കണം. പക്ഷേ ഇവർക്ക് കിട്ടുന്നത് 6-7 പൗണ്ട് മാത്രമായിരിക്കും മണിക്കൂറിന് കൊടുക്കുന്നത്. അത് ക്യാഷ് ഇൻ ഹാൻഡ് ആയിരിക്കും കൊടുക്കുന്നത്. അന്നേരം ഇങ്ങനെ ക്യാഷ് ഇൻ ഹാൻഡ് ആയിട്ട് കൊടുക്കുമ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ്റിന് ഇവരുടെ ടാക്സ് ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ ഇവർ NI അടയ്ക്കുന്നില്ല. അങ്ങനെ ഒരുപാട് വെട്ടിപ്പാണ് അതിനകത്തൂടെ ആ എംപ്ലോയർ വരെ നടത്തുന്നത്. അന്നേരം ഇങ്ങനെ ഈ അനധികൃതമായിട്ട് ജോലി ചെയ്യിക്കുമ്പോൾ ഇപ്പോൾ ഈ പിടിക്കപ്പെട്ടിടത്തെല്ലാം തന്നെ അവരുടെ ആദ്യമായിട്ടാണ് അവർ പിടിക്കപ്പെട്ടതെങ്കിൽ ഓരോ സ്റ്റാഫിന് വേണ്ടി 40,000 പൗണ്ടാണ് ആ എംപ്ലോയർ ഫൈനായിട്ട് അടയ്ക്കേണ്ടത്. ഇപ്പോൾ അവർ രണ്ടാമതാണ് പിടിക്കുന്നതെങ്കിൽ 60,000 പൗണ്ട് ഒരു സ്റ്റാഫിന് വെച്ച് ഫൈൻ ഇവർ ഗവൺമെൻറ് അടയ്ക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ അവരുടെ ലൈസൻസും നഷ്ടപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്, ലൈസൻസ് ഉണ്ടെങ്കിൽ. അന്നേരം ഇല്ലീഗലായിട്ട് വർക്ക് ചെയ്യുന്നവർ, ഇപ്പോൾ ഇല്ലീഗലായിട്ട് വന്ന് വർക്ക് ചെയ്യാൻ പെർമിഷൻ ഇല്ല, അവരെയൊക്കെ ഇങ്ങനെ പിടിക്കപ്പെടുന്നുണ്ട്. അന്നേരം ഇങ്ങനെയൊക്കെ പിടിക്കപ്പെടുന്നവരെ 90% ഇവർ ഡീപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അന്നേരം സ്റ്റുഡൻസും സ്കിൽഡ് വർക്കർ വിസയിൽ വന്നവരൊക്കെ ശ്രദ്ധിച്ച് മാത്രം ജോലികൾ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എല്ലാ ദിവസങ്ങളിലും പുതിയ അപ്ഡേറ്റ്സുമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ഫേസ്ബുക്ക് കൂട്ടായ്മയിലും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുകെയിലെ സ്കൂളുകളൊക്കെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ, യുകെ എന്ന് പറയുമ്പോൾ സ്കോട്ട്ലാൻഡ്, നോർത്തേൺ അയർലൻഡ്, വെയിൽസ്, ഇംഗ്ലണ്ട് കൂടെ ചേർന്നതാണ്. ഇപ്പോൾ പല സ്ഥലങ്ങളിലും സ്കൂളുകൾ ഓൾറെഡി ഓപ്പൺ ആയിട്ടുണ്ട്. അന്നേരം പുതിയൊരു നിയമം ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്, കഴിഞ്ഞ കൺസർവേറ്റീവ് ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു നിയമമാണ്. അതിപ്പോൾ പ്രാബല്യത്തിലാകുന്നത് ഈ അധ്യയന വർഷം തൊട്ടാണ്. നമുക്കറിയാമല്ലോ, യുകെയിലെ സ്റ്റുഡൻസ് സ്കൂളിൽ ചെന്നില്ലെങ്കിൽ നമുക്ക് ഫൈൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്.
ഇപ്പോൾ നിലവിൽ അവർ ഫൈൻ പുതുക്കിയിരിക്കുന്നത് 5 ദിവസത്തിൽ കൂടുതൽ അല്ലെങ്കിൽ 10 സെഷനിൽ കൂടുതൽ നമ്മൾ സ്കൂളിൽ നിന്ന് ആബ്സെൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 80 പൗണ്ട് ഓരോ പേരൻറ്റിനും, ജോലി ചെയ്യുന്ന ഓരോ പേരൻറ്റിനും 80 പൗണ്ട് വെച്ച് ഓരോ കുട്ടിക്കും ഫൈൻ വരാനുള്ള ചാൻസാണ് വന്നത്. നമുക്കിപ്പോൾ ഒരു കുട്ടിയാണ് നമ്മുടെ സ്കൂളിൽ പോകുന്നത്, 2 പേരൻസും ജോലി ചെയ്യുന്നെങ്കിൽ അവർ 160 പൗണ്ടാണ് ഏറ്റവും കുറഞ്ഞ ഫൈനായിട്ട് അടയ്ക്കേണ്ടത്. ആ ഫൈൻ അവർ കറക്റ്റായിട്ട് അടച്ചില്ലെങ്കിൽ നമുക്കിവിടെ ജയിൽ ശിക്ഷ വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. 3 വർഷത്തിനിടയ്ക്ക് 2 പ്രാവശ്യമാണെങ്കിൽ ഈ ഫൈൻ അടച്ച് നമുക്ക് രക്ഷപ്പെടാം. അതല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് പ്രോസിക്യൂഷൻ നേരിടേണ്ടി വരും. ഇപ്പോൾ നമ്മുടെ 2 കുട്ടികളുണ്ട്. ഈ 2 കുട്ടികളും 5 ദിവസത്തിൽ കൂടുതൽ, അതായത് 10 സെഷനിൽ കൂടുതൽ അവധി എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വരുന്ന ശിക്ഷയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 2 പേരൻസിനൂടെ 320 പൗണ്ട് അടയ്ക്കേണ്ടി വരും. നേരത്തെ ഇത് 240 പൗണ്ടായിരുന്നു. കാരണം നമുക്കറിയാമല്ലോ, പലപ്പോഴും പേരൻസ് ഹോളിഡേ ടൈം എന്ന് വെച്ചാൽ യുകെയിലെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സമയമാണ്. ഇവിടുത്തെ ഫ്ലൈറ്റ് ടിക്കറ്റിനൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ പേരൻസ് ആ ഹോളിഡേക്ക് പോകാതെ അത് കഴിഞ്ഞ് ഈ സ്കൂളിൻ്റെ ടൈമിലൊക്കെ പോകാനുള്ള ശ്രമം നടത്തും. കാരണം ഇപ്പോൾ 1000 പൗണ്ട് ടിക്കറ്റ് ഉള്ളത് ചിലപ്പോൾ 400 പൗണ്ടിനൊക്കെ ടിക്കറ്റ് ലഭിക്കുന്നതുകൊണ്ട് തന്നെ പല ഫാമിലികളും, അതായത് ഈ ഇത്രയും ഉയർന്ന എക്സ്പെൻസ് താങ്ങാൻ സാധിക്കാത്ത പല പേരൻസും അവരുടെ കുട്ടികളെ ഹോളിഡേക്ക് കൊണ്ടുപോകുന്നത് ഈ ടൈമിലായിരിക്കും. അന്നേരം ഈ ടൈമിൽ കുട്ടികളെ സ്കൂളിൽ നിന്ന് കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ സ്കൂളിൻ്റെ പ്രവർത്തന രീതികൾ ബുദ്ധിമുട്ടിലാകുന്നു. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് വേണ്ട രീതിയിൽ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുന്നുള്ളതാണ് ഗവൺമെൻറ് പരിഗണിച്ചിരിക്കുന്നത്. അങ്ങനെ പരിഗണിച്ചുകൊണ്ട് സ്കൂളിൽ 5 ദിവസത്തിൽ കൂടുതൽ ആബ്സെൻസ് ആയാൽ കുട്ടികൾക്ക് ഫൈൻ കൊടുക്കുന്നുണ്ട്. അന്നേരം എല്ലാ പേരൻസും ശ്രദ്ധിക്കുക, കുട്ടികളെ കറക്റ്റായിട്ട് സ്കൂളിൽ വിടാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സ്കൂളിൽ കറക്റ്റായിട്ടുള്ള സമയത്ത് കൊണ്ടെത്തിക്കുക. അതുപോലെ തന്നെ വൈകിട്ട് നമ്മൾ പിക്ക് ചെയ്യേണ്ട കുട്ടികളാണെങ്കിൽ, ഇപ്പോൾ 6ാം ക്ലാസ്സിൽ താഴെയുള്ള കുട്ടികളെ ആണെങ്കിൽ നമ്മൾ സ്കൂളിൽ ചെന്ന് പിക്ക് ചെയ്യേണ്ടതാണ്. അങ്ങനെയൊക്കെയുള്ള കുട്ടികളെയാണെങ്കിൽ നമ്മൾ കറക്റ്റായിട്ടുള്ള സമയത്ത് സ്കൂളിൽ ചെന്ന് പിക്ക് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ കറക്റ്റായിട്ടുള്ള സമയത്ത് സ്കൂളിൽ ചെന്ന് പിക്ക് ചെയ്തില്ലെങ്കിൽ അവർ കൗൺസിലിനെ അറിയിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലായിട്ട്. അന്നേരം അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുട്ടിയെ കറക്റ്റ് സമയങ്ങളിൽ പിക്ക് ചെയ്യാൻ ചെന്നില്ലെങ്കിൽ കൗൺസിൽ നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകാനുള്ള ചാൻസ് ഒക്കെ വളരെ കൂടുതലാണ്. അന്നേരം വളരെ കെയർഫുൾ ആയിരിക്കുക. നമ്മുടെ നാട്ടിലെ പോലെ അല്ല യുകെയിലെ ഈ ചൈൽഡ് കെയർ നിയമങ്ങൾ വളരെ ശക്തമാണ്. അന്നേരം വളരെ കെയർഫുൾ ആയിരിക്കുക. പേരൻസ് വളരെ കെയർഫുൾ ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് യുകെയിലെ നേഴ്സാകാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ പല യൂട്യൂബ് ചാനലുകളും പറയുന്നു, നിങ്ങൾ യുകെയിലേക്ക് വിസിറ്റ് വിസയിൽ വന്ന് ഇവിടെ ഓസ്കി എഴുതി ഇവിടെ നേഴ്സാകാനുള്ള അവസരമുണ്ടെന്നുള്ളത്. നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കുക. കാരണം നമ്മളിപ്പോൾ വിസിറ്റ് വിസയിലേക്ക് യുകെയിലേക്ക് വരുന്നത് മിനിമം ഫ്ലൈറ്റ് ടിക്കറ്റും എല്ലാം കൂടി ഒരു 1,00,000 രൂപയുടെ ചിലവുണ്ട്. പിന്നെ ഇവിടെ വന്നൊരു താമസം, നമുക്കറിയാം, ഒരു മാസം ഇവിടെ ഒരു ജോലിയില്ലാതെ വെറുതെ വീട്ടിൽ ഇരുന്നാലും 50,000 രൂപ ഇന്ത്യൻ റുപ്പീസ് എങ്കിലും നമുക്ക് മിനിമം വേണ്ടി വരും. അതുകൂടാതെ ഓസ്കി പഠിക്കുന്നതിൻ്റെ ചിലവ്, ഓസ്കിയുടെ എക്സാമിൻ്റെ ചിലവ്, ഇതെല്ലാം കൂടെ പഠിച്ച് നമ്മൾ ഓസ്കി പാസ്സായി പിൻ നമ്പർ കിട്ടിയാൽ പോലും നമുക്ക് ഒരു ജോലി കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. അന്നേരം അങ്ങനെ ആരും വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും എംപ്ലോയർ നിങ്ങൾക്കൊരു ജോലി തരാം, പിൻ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി തരാം എന്നുള്ള രീതിയിൽ ഉറപ്പ് കിട്ടിയാൽ നിങ്ങൾക്ക് വിസിറ്റ് വിസയിൽ വന്ന് OET പാസ്സായി പിൻ നമ്പർ നേടി തിരിച്ച് നാട്ടിൽ പോയിട്ട് അവരുടെ വിസയിൽ ഇങ്ങോട്ട് വരാൻ സാധിക്കുന്നതാണ്. കാരണം വിസിറ്റ് വിസ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ജോബ് വിസയിലേക്ക് മാറ്റാനുള്ള അനുവാദം യുകെയിലില്ല. നമ്മൾ തിരിച്ച് പോയിട്ട് വേണം അത് ചെയ്യാൻ. കാരണം നമുക്ക് ഇവിടുന്ന് ഒരു എംപ്ലോയർ നമുക്ക് ജോലി തരും എന്ന് ഉറപ്പ് കിട്ടുന്നവർ മാത്രം അതിനുവേണ്ടി ശ്രമിക്കുക. കാരണം നിങ്ങൾ വിസിറ്റ് വിസയിൽ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ജോലിക്ക് വേണ്ടി അന്വേഷിക്കുന്നതിനോ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട്. പല എംപ്ലോയേഴ്സും അങ്ങനെ ഇൻ്റർവ്യൂസ് നടത്തുകയില്ല. അന്നേരം വളരെ കെയർഫുൾ ആയിരിക്കുക. പലരും ഇങ്ങനെയൊക്കെ പറയുന്നവർക്ക് അവരുടേതായ നേട്ടങ്ങളുണ്ട്. കാരണം ഇവിടെ ഓസ്കി ട്രെയിനിങ് ഒക്കെ നടത്തുന്നവർക്ക് അവരുടേതായ നേട്ടങ്ങളുണ്ട്. നിങ്ങളുടെ ക്യാഷ് മുടക്കി ഇവിടെ വന്ന് പഠിക്കുമ്പോൾ അവർക്ക് നിങ്ങൾ ഫീസ് കൊടുക്കണം, പഠിക്കണം. അന്നേരം ആ പൈസ കൊടുത്ത് നമ്മൾ പഠിച്ച് നമുക്ക് ജോലി കിട്ടിയാൽ പ്രശ്നമില്ല. ജോലി കിട്ടുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്നുള്ള ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്ത് വരാനുള്ള ശ്രമം നടത്തുക. വളരെ കുറച്ച് ഇൻ്റർവ്യൂസ് ആണ് ഇപ്പോൾ നടക്കുന്നത്. ഒക്ടോബറോടുകൂടി വീണ്ടും ഇൻ്റർവ്യൂസ് കൂടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അന്നേരം അങ്ങനെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫുൾ ചിലവും NHS ആണ് എടുക്കുന്നത്. നിങ്ങൾക്ക് അറിയാമല്ലോ അത്. നിങ്ങൾ ഇവിടെ വരുമ്പോൾ നിങ്ങളുടെ ട്രെയിനിങ്, നിങ്ങളുടെ അക്കോമഡേഷൻ, നിങ്ങളുടെ ഓസ്കിയുടെ ചിലവ്, നിങ്ങളുടെ IELTS OETയുടെ ചിലവ്, ഇതെല്ലാം നിങ്ങളുടെ NHS നിങ്ങൾക്ക് തിരിച്ചു തരും. അന്നേരം നിങ്ങൾക്ക് അത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ ഇവിടെ നിങ്ങൾ വിസിറ്റ് വന്ന് ഓസ്കിയൊക്കെ എഴുതുമ്പോൾ അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. അന്നേരം അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കുക. പലരും പലതും പറയും, പക്ഷെ നമ്മൾ വ്യക്തമായിട്ട് ആലോചിച്ച് നമ്മൾ തന്നെ ആലോചിക്കുക. യുകെയിൽ ഇപ്പോൾ സൈഫ് വഴി നേഴ്സായ ഒരുപാട് പേരുണ്ട്. അന്നേരം നമുക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ജോലി കിട്ടാനൊരു അവസരമുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയാവുന്നവർ, ഇപ്പോൾ നേഴ്സിംഗ് പഠിച്ചവരൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ കൂടെ ഉള്ളവർ ജോലി ചെയ്യുന്നുണ്ടല്ലോ, അവരുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവിടെ ഒരു ചാൻസ് ഉണ്ടോ എന്നുള്ളത് ചോദിക്കുക. അവിടെ ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കയറി വരിക. അല്ലെങ്കിൽ ഒരു കാരണവശാലും അങ്ങനെ എടുത്തു ചാടി വരരുത്. നമ്മുടെ കയ്യിലുള്ള പൈസ വെറുതെ നഷ്ടപ്പെടുത്തരുത്. അന്നേരം ആലോചിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇതാണ് ഏറ്റവും പുതിയ ചില അപ്ഡേറ്റ്സുകൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.